സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള ഡോക്ടേഴ്സ് വരുത്തുന്ന വലിയ വീഴ്ചയുടെ മെഡിക്കൽ രേഖകൾ തന്നെ അത് തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ കൈക്ക് പരിക്കേൽക്കുന്നു, പരിക്കേറ്റ് പാലക്കാട് ആശുപത്രിയിൽ എത്തുന്നു. എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഇഞ്ചുറി ഉണ്ടായിരുന്നു, മുറിവുണ്ടായിരുന്നു എന്ന് പോലും കേസ് ഷീറ്റിലില്ല. മാത്രമല്ല ഗുരുതരമായ മറ്റൊരു പ്രശ്നം, ഈ കുട്ടിയുടെ BP രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടിക്ക് വേദന കൂടി എന്ന് പറഞ്ഞ് വീണ്ടും അമ്മയുമായി ആശുപത്രിയിൽ എത്തുന്നു. ആശുപത്രിയിൽ എത്തിയ സമയത്ത് വേദന കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ഈ പരിക്കുകൾ രേഖപ്പെടുത്തി അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നൽകിയുള്ള ചികിത്സയിലേക്കോ കടന്നില്ല. പാലക്കാട് ആശുപത്രിയിലെ ഈ ചികിത്സാ രേഖകൾ ഇത് DHS പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ ഡയറക്ടർ ഹെൽത്ത് സർവീസിന്റെ പരിശോധനയിലാണ് ഈ വലിയ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയത് മുതലുള്ള മെഡിക്കൽ രേഖകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രേഖയിൽ ഇഞ്ചുറി കൃത്യമായി കാണിക്കുന്നുണ്ട്, ESR ഉയർന്നിട്ടുണ്ട്, ആ കുട്ടിക്ക് അണുബാധയുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതും ആ രേഖകളിലുണ്ട്. അതായത് പാലക്കാട് ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് മുസ്തഫ അതുപോലെ തന്നെ സർഫറാസ് ഇവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവർ വരുത്തിയ വീഴ്ച ഈ മെഡിക്കൽ രേഖകൾ തന്നെ തെളിയിക്കുകയാണ്. ഗുരുതരമായ വീഴ്ചയാണ് ഈ പാലക്കാട് ആശുപത്രിയിൽ ഉണ്ടായത്. ആ വീഴ്ച തന്നെയാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന രീതിയിലേക്കുള്ള വലിയ അണുബാധയിലേക്ക് പോയത്. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയുടെ ഒരു വിശദമായ ശസ്ത്രക്രിയ നടന്നു. അതിൽ കൂടുതൽ പഴുപ്പുണ്ടായിരുന്നു. ആ പഴുപ്പുകൾ നീക്കം ചെയ്യുകയായിരുന്നു ആ ശസ്ത്രക്രിയയുടെ ലക്ഷ്യം. അത് ഭാഗികമായി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും ഈ രേഖകൾ പുറത്തു വരുന്നതോടുകൂടി ഈ പാലക്കാട്ടെ ഡോക്ടേഴ്സ് വരുത്തിയ ഗുരുതരമായ ചികിത്സാ പിഴവ് അതാണ് വ്യക്തമാക്കുന്നത്.